ഹായ് ഓൾ, നമുക്ക് LBS-MC എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ റാങ്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കോളേജും കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് എല്ലാ ഇയറും പോലെ തന്നെ ഈ ഇയറും നല്ല റാങ്കുകളുണ്ട്. ടോപ്പ് 10ൽ നമുക്ക് സെക്കൻഡ് റാങ്കും ഫോർത്ത് റാങ്കും എയ്ത്ത് റാങ്കും ഉണ്ട്. ലാസ്റ്റ് ഇയർ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ 4 റാങ്ക് ഉണ്ടായിരുന്നു. ഇനി എല്ലാവർക്കും വരുന്ന ഡൗട്ട് അടുത്ത എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്തത് വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ LBSന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്ത വെബ്സൈറ്റിൽ തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാം. ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നോർമലി 2 അലോട്ട്മെന്റ് ആണ് വരാറുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ്. ലാസ്റ്റ് ഇയർ ബേസ് ചെയ്ത് ഇതേപോലെ 2 അലോട്ട്മെന്റ്സ്, ഫസ്റ്റും സെക്കൻഡും. ഇത് കഴിഞ്ഞ് നോർമലി നമുക്ക് എന്താണ് വരാറുള്ള സ്പോട്ട്. ഇനി എല്ലാവർക്കും വരുന്ന വേറൊരു ഡൗട്ടാണ്, നമുക്ക് ഏത് കോളേജ് എങ്ങനെ കൊടുക്കാം, അത് ഈ കോളേജുകളിൽ എത്രയൊക്കെയാണ് ലാസ്റ്റ് വരുന്ന റാങ്കുകൾ, ഈ കോളേജിൽ കൊടുത്താൽ എനിക്ക് കിട്ടുമോ, ഈ കോളേജിൽ ലാസ്റ്റ് ഇയർ വന്ന റാങ്കുകൾ എങ്ങനെയാണ്, അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസിന്റെ റാങ്ക് എത്രയാണ് എന്നുള്ളതിന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ പ്രൊസീജിയർ കൊടുക്കാനും അതിൽ വലിയ ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇയറിൽ LBSൽ ഓരോ കോളേജിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലാസ്റ്റ് റാങ്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ LBS MCA 2025 എന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ലാസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ നടന്ന വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആയി on 15/6/2025. ലാസ്റ്റ് ഇയറിന്റെ വെബ്സൈറ്റ് ആണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിൽ അലോട്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കിട്ടും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET-യുടെ ലിസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ആ കോളേജിൽ ഫുൾ സീറ്റിലും അഡ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാണും. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറി, ഇപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ SM ആണ്. അപ്പൊ SM നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും SM-ൽ ലാസ്റ്റ് വന്ന ആളുടെ റാങ്ക് 47 ആണെന്നുള്ളത്. ഇനി നിങ്ങൾ ഒരു EWS കാറ്റഗറി ആണെങ്കിൽ അപ്പൊ EWS നോക്കുക. അപ്പൊ EWSൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 103. അപ്പൊ ലാസ്റ്റ് ഇയറിൽ 103 റാങ്ക് ഉള്ള ആൾക്ക് വരെ എന്ത് ചെയ്തു, ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടി. നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ കാറ്റഗറിയിലെയും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജ് ഏതാണോ ആ കോളേജ് എടുക്കുക. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നോക്കുക. ആ കാറ്റഗറിയിൽ ലാസ്റ്റ് വരുന്ന റാങ്ക് ഏതാണെന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് ഇയറിൽ ഈ ഒരു റാങ്കിനകത്തുള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി. ഇത് വേരിയബിൾ ആണ്. ഓരോ വർഷം കൊടുക്കുന്ന ആൾക്കാരുടെ നമ്പർ അനുസരിച്ച്, ഇപ്പൊ ഈ കോളേജിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ റാങ്ക് അനുസരിച്ച് ഇത് മാറും. എന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ റാങ്കിനകത്താണെങ്കിൽ നമുക്ക് ഏകദേശം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേറൊരു കോളേജ് എടുത്താൽ നമുക്കിപ്പം വേറൊരു കോളേജ്, വേറെ ഏതെങ്കിലും ഒരു കോളേജ്, ഇപ്പൊ TK എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നോക്കാം. നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് അഡ്മിറ്റഡ് ആയിട്ടുള്ള റാങ്ക് 197 ആണ്. 197 ലാസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടി. അപ്പൊ ഈ ഇയർ നമുക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെ ഈ ഒരു റാങ്കിനകത്താണെങ്കിൽ നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതാണ് നമ്മുടെ റെഫറൻസ്. ഈ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കോളേജിൽ കിട്ടുമോ ഇല്ലയെന്ന് അറിയാം. പിന്നെ നിങ്ങൾക്ക് ഒരു കോളേജിൽ ലാസ്റ്റ് ഇയർ ഇപ്പം 197 ആണ്, അപ്പൊ ഞാനൊരു 210 ആണെങ്കിൽ ആ കോളേജ് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം 2 റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ LBSന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ കുറെ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, വേറെ കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് വേറെ കോളേജുകളിൽ ക്ലാസ് തുടങ്ങി, വേറെ യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ് തുടങ്ങിയോണ്ട് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ കുറെ സ്റ്റുഡൻസ് ഇതിൽ നിന്ന് വിട്ട് മാറി നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു ഓപ്ഷൻ 3 ഓപ്ഷൻ അല്ലെങ്കിൽ 5 ഓപ്ഷൻ നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വച്ച ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സെക്കൻഡ് തൊട്ട് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് കിട്ടിയെങ്കിൽ 3ഉം 4ഉം 5 5 ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ 3ഉം 4ഉം 5 പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറൻസ് ആയിട്ടുള്ള കോളേജ് അത് കിട്ടൂ ഇല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കേസ്. ആ കോളേജിന്റെ പേര് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രയോറിറ്റി അനുസരിച്ച് വയ്ക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ശേഷം 3, 4, 5 ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇനി നിങ്ങൾ ഫർദർ അലോട്ട്മെന്റ്സ് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ വൈസായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കോളേജുകളുടെ പേരും എന്ത് ചെയ്യുക, വയ്ക്കുക. നിങ്ങൾക്ക് അവിടെ കിട്ടാത്തൊക്കെ രണ്ടാമത്തെ കേസ് വച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ബൈ.